എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു മലായി ചിക്കൻ കബാബിൻ്റെ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു ചിക്കൻ ഫ്രൈ ആണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഇടികല്ലിലേക്ക് 4 നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. പച്ചമുളക് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. നമ്മൾ ഒരു പിടി എടുക്കുക. മല്ലിയിലയും കൂടി പച്ചമുളകിൻ്റെ കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുക. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താലും മതി. ഞാനിവിടെ ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ക്രീമാണ്. ഫ്രഷ് ആയിട്ടുള്ള ക്രീമാണ്. നല്ല കട്ടിയിലുള്ള ക്രീമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അമുലിൻ്റെ ക്രീമോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ കബാബാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രീം എടുത്തിരിക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ചിക്കൻ കബാബാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടിയോ അങ്ങനെയുള്ള പൊടികളൊന്നും ചേർക്കില്ല. കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നല്ല ഫ്രഷായിട്ട് പൊടിച്ച ഗരം മസാല ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കബാബ് ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്കൊരു 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഫ്രഷായിട്ട് പൊടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ക്രീമിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. വീണ്ടും ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ്റെ ലെഗ്സാണ് ചേർക്കുന്നത്. ചിക്കൻ ലെഗ്സോ തൈസോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ബോൺലെസ് ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ലെഗ്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ലെഗ്സ് ഒന്ന് വരഞ്ഞിട്ടാണ് ഉള്ളത്. ഏറ്റവും അവസാനം ഇതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ടോ സോഫ്റ്റ് ആക്കിയിട്ടോ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ അടച്ചിട്ട് വെക്കുക. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ നേരം അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം, എയർ ഫ്രൈ ചെയ്തെടുക്കാം, പാനിലിട്ട് ഷാലോ ഫ്രൈ അല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇത് ഗ്രില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ ഇത് പാനിലാണ് ഗ്രില്ല് ചെയ്ത് എടുക്കാൻ പോകുന്നത്. പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് ബട്ടറൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിച്ച് ആയിട്ടുള്ളൊരു കബാബാണ്. അതുകൊണ്ട് നമ്മൾ ബട്ടറും ക്രീമൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലെഗ്സ് ഒന്ന് ഇടവിട്ട് നമ്മൾ ഒന്ന് നിരത്തി കൊടുക്കുക. നമ്മളിത് നിരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് തിക്കി നിറച്ചത് നിരത്തരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം ഇത് നിരത്താൻ. നമ്മൾ ഒരുപാട് അടുപ്പിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഫ്രൈയുടെ ഒരു ഇതിൽ കിട്ടില്ല. അപ്പോൾ ഇത്ര ഗ്യാപ്പിട്ട് നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ തിരിച്ചു മറിച്ചു വിട്ട് ചെറു തീയിലിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കാം. നിങ്ങളിത് അവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 200 ഡിഗ്രിയിൽ 40 മുതൽ 45 മിനിറ്റ് വരെ ഗ്രില്ല് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ തന്തൂരി ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു സൈഡൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരുമ്പോഴാണ് കറക്റ്റ് കബാബിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം വേവണം. അപ്പോൾ ഒരു ചെറു തീയിലിട്ട് നമുക്കിത് അടച്ച് കുറച്ച് നേരം വെച്ചിട്ട് വേണം ഇത് നമ്മൾ അടുപ്പിലൊക്കെ ചെയ്യുന്നവർ ചെയ്യാനായിട്ട്. എയർ ഫ്രൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 200 ഡിഗ്രിയിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് എയർ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. കൂടുതൽ എയർ ഫ്രൈ റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സമയം ഇപ്പോൾ ഇച്ചിരി കുറവായതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ വഴിയെ നമ്മൾ പതുക്കെ എല്ലാ റെസിപ്പീസും അപ്ലോഡ് ചെയ്യുന്നതാണ്. തിരിച്ചു മറിച്ചുമിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ വേവുന്ന രീതിയിൽ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കണം. അപ്പോൾ അതവിടെ അടച്ച് വെച്ച് നമ്മൾ ബാക്കിയും കൂടെ വേവിക്കാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനേക്ക് വേണ്ടിയിട്ടുള്ളൊരു തൈര് വെച്ചിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, 3 ചെറിയ ഉള്ളി, ഒരു നല്ല എരിവുള്ള പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ടിത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ രണ്ടാമതും ചതച്ചെടുത്താലും മതി. ഇനി ചതച്ച് വെച്ച പച്ചമുളക് മല്ലിയില കൂട്ടിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം.
ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തൈര് ഇങ്ങനെ മിക്സിയിൽ അടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലാതെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മളിപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ സോസ് ഉണ്ടാക്കുമ്പോൾ ഉപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആ ഉപ്പും എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു സോസിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളകിന് ഭയങ്കര എരിവായിരുന്നു, അതുകൊണ്ട് ആണ് അത്രയും പഞ്ചസാര ചേർത്തത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ ആ ചിക്കൻ ഫ്രൈയുടെ കൂടെ സോസ് മുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഏത് തന്തൂരി ചിക്കൻ റെസിപ്പിക്കും ഈ ഒരു ചട്നി ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു ചട്നിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഈസ്റ്ററിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്